അതൊന്നും രഹസ്യമില്ലല്ലോ, എല്ലാം പരസ്യമായിട്ടാണ്. മേലെ താഴെ മുതൽ മേലെ ഒന്നുമല്ല, മേലെ മുതൽ താഴെ വരെയാണ്. ഞങ്ങൾ ഒഴിവാക്കിയിട്ടൊന്നുമല്ല, മേലെ മുതൽ താഴെ വരെയുള്ള കറക്ഷൻ പോകണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് ഉൾപ്പെടെയുണ്ട്. നിരവധിയായ കാര്യങ്ങളുടെ ഒരു കാര്യം അതുകൂടിയാണ്. അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും. അത് ഞങ്ങൾ പരിശോധിച്ചു, കേരളത്തിലെ പാർട്ടി പരിശോധിച്ചത്. അത് അതിനാണ് സെൻട്രൽ കമ്മിറ്റി കണ്ടുപിടിച്ച പുതിയ ഒരു രഹസ്യമൊന്നുമില്ല. ഞങ്ങളുടെ ആർക്കും ആരാണോ അവരെ ഇനി ഓരോരുത്തരെയും 6 ലക്ഷം പാർട്ടി മെമ്പർമാരുണ്ട് കേരളത്തിൽ. എന്നിട്ട് ഇനി ഓരോരുത്തരെ പറ്റി പറയാൻ പുറപ്പെട്ട എത്ര ദിവസം വേണ്ടി പറയാൻ? 6.5 ലക്ഷം വരുന്ന പാർട്ടി മെമ്പർഷിപ്പും അതിൻ്റെ നേതൃത്വമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളും എല്ലാം കൂടി ചേർന്നല്ലേ ഈ പാർട്ടിയും പ്രസ്ഥാനവും. ആ പാർട്ടിക്ക് പ്രസ്ഥാനത്തിന് വന്ന ദൗർബല്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് അത് പരിഹരിക്കണം. എല്ലാവരും പരിഹരിക്കണം, ഓരോ പാർട്ടി മെമ്പറും പരിഹരിക്കണം. അതാണ് കാര്യം. ആയിക്കോട്ടെ, ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. എന്താ ശൈലി മാറ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിക്കുകയാണ്. അതെ, അങ്ങനെ അകറ്റാനിടയാവുന്ന ശൈലി എന്താണോ അതെല്ലാം പരിഹരിക്കണം, മാറ്റി. അല്ല, ശൈലി തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഒരു പ്രയോഗം തന്നെ വരുന്നത്. ഉടനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലിയെ സംബന്ധിച്ചല്ലേ? അതില്ല. അത് ഞാനിപ്പോൾ തന്നെ ഉറപ്പിച്ച് പറയുക. അത് ആ പാർട്ടിയാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം എന്നുള്ളതാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി പറഞ്ഞ പ്രമേയത്തിൻ്റെ ഉള്ളടക്കം എന്ന് നിങ്ങൾ വിശദീകരിക്കേണ്ട. അതുമല്ല, പാർട്ടിക്കാകെ ഏതെങ്കിലും ഇൻഡിവിജ്വലായിട്ട് ഇന്നയാൾ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പാർട്ടിക്കകത്താകെ യഥാർത്ഥത്തിൽ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ പറ്റിയാണ് സെൻട്രൽ കമ്മിറ്റി പറഞ്ഞത്. ആ സംസ്ഥാന കമ്മിറ്റി തന്നെ പറഞ്ഞാണ്. മുഖ്യമന്ത്രിക്കായാലും പാർട്ടി സെക്രട്ടറിക്കായാലും PB മെമ്പർമാർക്കായാലും ആർക്കായാലും അവരിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തെറ്റോ തിരുത്തേണ്ടതായോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം തിരുത്തും. അതിലൊന്നും സംശയം വേണ്ട. അതൊക്കെ പദപ്രയോഗം തന്നെയാണ്.